പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ നമ്മുടെ മേൽ ദൈവകരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ക്രിസ്തുയേശുവിൽ ഏറ്റവും വാത്സല്യമുള്ള ദൈവമക്കളെ, ഈ അനുഗ്രഹീതമായ നല്ല സമയത്തിനായിട്ട് ദൈവത്തെ നമുക്ക് നന്ദിയോടെ സ്തുതിക്കാം. പ്രിയപ്പെട്ടവരെ, മുമ്പ് നാം ചിന്തിച്ചുകൊണ്ടിരുന്നത് പോലെ ഇത് ക്രിസ്മസിൻ്റെ നാളുകളാണ്. ഒരിക്കൽ കൂടെ തിരുപ്പിറവി ആചരിപ്പാൻ നമുക്ക് ഭാഗ്യം കിട്ടിയിരിക്കുകയാണ്. കർത്താവിൻ്റെ അമ്മയെ മാതൃകയായി എടുത്ത് ഈ ക്രിസ്മസ് അമ്മമാർക്ക് വേണ്ടി സമർപ്പിക്കണമെന്ന് മുൻപ് പറഞ്ഞത് നിങ്ങളുടെ ഓർമ്മയിൽ നിങ്ങൾ സൂക്ഷിക്കുന്നുണ്ട് എന്ന് നനയ്ക്കട്ടെ. ലോകത്തെങ്ങുമുള്ള അമ്മമാരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. വീണ്ടും പ്രിയപ്പെട്ടവരെ, മശിഹായുടെ തിരുപ്പിറവിയുമായിട്ട് ബന്ധപ്പെട്ട് ധ്യാനിക്കുമ്പോൾ നാം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ലോകം മുഴുവൻ്റെയും അധികാരിയായവൻ, ലോകം കണ്ടതിൽ വെച്ച് ഒരുപക്ഷെ നമ്മുടെ ചിന്തയ്ക്കൊക്കെ അപ്പുറത്ത് സമ്പന്നതയുടെ പൂർണ്ണതയായവൻ, അത്യുന്നതങ്ങളിൽ അധിവാസം കൊള്ളുന്നവൻ, രാജാതിരാജൻ, മഹത്വത്തിൻ്റെ മഹാരാജാവ് തൻ്റെ തിരുപ്പിറവി കൊണ്ടത് എവിടെയാണ് എന്ന് നാം തിരിച്ചറിയണം. ഒരു പെരുവഴിയോരത്താണ്, ഒരു തെരുവിലാണ് അവൻ ജന്മം കൊണ്ടത്. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്ന് ചോദിച്ചാൽ നമ്മൾ വേറെ ഒരു യാഥാർത്ഥ്യത്തിലേക്കാണ് നമ്മുടെ മനസ്സിനെ കൊണ്ടുപോകേണ്ടിയിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, കർത്താവ് പിറവിയെടുത്തത് പെരുവഴിയിലാണ്, അല്ലെങ്കിൽ തെരുക്കോണിലാണ്. ഈ ലോകത്ത് ആരും ചെന്ന് താമസിക്കാത്ത, അല്ലെങ്കിൽ യാതൊരർത്ഥത്തിലും താമസിക്കാൻ ഇടമില്ലാത്ത, വെറുക്കപ്പെട്ടവർ, ഒറ്റപ്പെട്ടവർ, അനാഥരാക്കപ്പെട്ടവർ താമസിക്കുന്ന ഇടത്ത് പശുത്തൊട്ടിയിൽ യേശു ജന്മമെടുക്കുകയാണ്. ഇവിടെ യേശു ഒരു വലിയ മനോഭാവം വെളിപ്പെടുത്തുന്നുണ്ട്. ഇന്നും തെരുവിൽ ജനിക്കുന്നവരുടെ പക്ഷത്താണ് കർത്താവ്. ഷെൽട്ടറുകളില്ലാത്ത, തലചായ്ക്കാനൊരു കൂരയില്ലാത്ത, വെറുക്കപ്പെട്ട ആളുകളുടെ പക്ഷത്താണ് കർത്താവ്. കർത്താവ് തൻ്റെ മനോഭാവമാണ് തൻ്റെ തിരുപ്പിറവി മുതൽ തൻ്റെ ഈ ലോകത്തിൻ്റെ വ്യാപാരത്തിൻ്റെ പൂർണ്ണത വരെ വെളിപ്പെടുത്തി കാണിച്ചത്. യേശു ക്രിസ്തുവിനെ അനുധാവനം ചെയ്യുന്ന സകലരും ഈ കാഴ്ചപ്പാടാണ് കണ്ടെത്തേണ്ടിയിരിക്കുന്നത്. കല്ലിടാവിൽ പിറന്നു വീണ കർത്താവ് തന്ന മാതൃക വളരെ വിലപ്പെട്ടതാണ്. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്ത് ഇന്നും അങ്ങനെ ആയിരിക്കുന്ന ആയിരങ്ങളുണ്ട്, പതിനായിരങ്ങളുണ്ട്. ഒരുപക്ഷെ നാം ഇരിക്കുന്നിടത്ത് കാണുന്നില്ലായിരിക്കാം. അങ്ങനെയുള്ളവരെ കാണണമെങ്കിൽ അങ്ങനെയുള്ളവർ ഉള്ളിടത്തേക്ക് പോകണം. നമ്മൾ പലപ്പോഴും ഇരിക്കുന്ന ഇടത്തിരുന്ന് ചുറ്റുപാടിൽ നോക്കുകയാണ്. നാം നോക്കുന്നതിൻ്റെ നോട്ടത്തിൻ്റെ പ്രത്യേകതയുണ്ട്. എൻ്റെ സെയിം സ്റ്റാറ്റസിലുള്ളവരിലേക്കാണ് ഞാൻ എപ്പോഴും നോക്കുന്നത്. എൻ്റെ സെയിം കാറ്റഗറിയിലുള്ളവരിലേക്കാണ് ഞാൻ എപ്പോഴും നോക്കുന്നത്. മറ്റുള്ളവർ എന്നേക്കാൾ എത്ര താഴെയാണ്, എത്ര മുകളിലാണ് എന്ന് നോക്കുമ്പോൾ ഞാൻ കാണുന്നത് എന്നെയോ എന്നോടൊപ്പമുള്ളവരെയോ ആണെങ്കിൽ എൻ്റെ കാഴ്ച തികച്ചും വികലമായിരിക്കും. ഞാൻ ഇറങ്ങി നടക്കണം. വേദനിക്കുന്നവരുടെ പക്ഷത്തേക്ക് ഞാൻ ചെല്ലണം. നൊമ്പരപ്പെടുന്നവരെ ഞാൻ അടുത്ത് ചെന്ന് നോക്കി കാണണം. അവരുടെ മുറിവുകൾ എനിക്ക് കാണാൻ കഴിയുമെങ്കിൽ അവരിലേക്ക് ഞാൻ ഇറങ്ങിച്ചെല്ലണം. അങ്ങനെ കർത്താവ് സമ്പന്നതയുടെ നെറുകയിൽ നിന്ന് അനാഥത്വങ്ങളുടെ മധ്യത്തിലേക്ക് ഇറങ്ങി നിന്നതുപോലെ ഒരു മാറി നിന്ന് നോക്കലാണ് ഈ ക്രിസ്മസിൽ നമുക്ക് വേണ്ടിയിരിക്കുന്നത്. പക്ഷേ പ്രിയപ്പെട്ടവരെ, കാഴ്ചപ്പാട് മാറാതെ, മനോഭാവം മാറാതെ, ചിന്താഗതി മാറാതെ ഈ മാറി നിന്നുള്ള നോട്ടം നമുക്ക് സാധ്യമാകയില്ല. നാം പലപ്പോഴും ഇന്ന് മത്സരിച്ചു കൊണ്ടിരിക്കുകയാണ് കൊട്ടാരങ്ങൾ കെട്ടിപ്പൊക്കാൻ. കോടികൾ മുതൽ മുടക്കി കൊട്ടാരങ്ങൾ കെട്ടിപ്പൊക്കി വീണ്ടും വീണ്ടും ആഡംബരത്തിന്, അതിനകത്ത് സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ച് ആർഭാടത്തിന് നെറുകയിൽ അന്തി ഉറങ്ങുന്നവരും അന്ധരായിപ്പോയവരുമായ ആളുകൾക്ക് ഒരിക്കലും ക്രിസ്തുവിന് മനസ്സിലാകില്ല. ക്രിസ്തു സ്വീകരിച്ചവരെയും അവരുടെ വേദനകളെയും മനസ്സിലാകില്ല. താഴേക്കിറങ്ങാനാണ് ഈ ക്രിസ്മസ് നമ്മോട് ഉപദേശിക്കുന്നത്. വേദനിക്കുന്നവരിലേക്കൊന്നിറങ്ങിച്ചെല്ലാൻ, തകർക്കപ്പെട്ടവരിലേക്കൊന്നിറങ്ങിച്ചെല്ലാൻ, ഒറ്റപ്പെട്ടവരിലേക്കൊന്നിറങ്ങിച്ചെല്ലാൻ, അതാണ് ഈ ക്രിസ്മസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. കർത്താവ് അത് തന്നെയാണ് നമ്മളോട് ആവശ്യപ്പെടുന്നതും. നിങ്ങൾ ഇരിക്കുന്നിടത്ത് നിന്നൊന്ന് താഴേക്കിറങ്ങാൻ തയ്യാറാവുക. പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിൽ നമുക്കറിയാം, എല്ലാവരും ക്രിസ്മസിന് പ്രത്യേകമായ ആഘോഷങ്ങൾ സംഘടിപ്പിക്കുകയാണ്. ഡിസംബർ ആരംഭിക്കുമ്പോൾ തന്നെ വീടുകളെല്ലാം നമ്മൾ ദീപാലങ്കാരങ്ങളാൽ പൊതിയുകയാണ്. നല്ലതാണ്. യേശു ക്രിസ്തുവിനെ വരവേൽക്കുവാൻ നമുക്ക് അത്രമാത്രം താല്പര്യമുണ്ടെന്ന് നാം ലോകത്തെ വിളിച്ചറിയിക്കുകയാണ്. ക്രിസ്തുവിനെ വിളിച്ചറിയിക്കുകയാണ് എന്ന് പറയാനൊക്കില്ല, ലോകത്തെ വിളിച്ചറിയിക്കുകയാണ്. ഞാനും നിങ്ങളും ആരും ഇതിൽ പിന്നിലല്ല. നക്ഷത്ര വിളക്കുകൾ തൂക്കുകയും ഇലൂമിനേഷൻ ലൈറ്റുകൾ ഇടുകയും ഒക്കെ ചെയ്യുമ്പോൾ നാം ലോകത്തോട് വിളിച്ചു പറയുകയാണ്, ഞങ്ങൾ ക്രിസ്മസിൽ യേശുവിനെ സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ്. ഹൃദയത്തിൽ യേശുവിനെ സ്വീകരിക്കാൻ ഒരുങ്ങിയിട്ടുണ്ടോ? ജീവിതത്തിൽ യേശുവിനെ സ്വീകരിക്കാൻ ഒരുങ്ങിയിട്ടുണ്ടോ? യേശു ആരാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? യേശു ചെയ്തതുപോലെ ലോകത്ത് ചെയ്യുവാൻ സാധിക്കുമോ? അതിനൊന്നും കഴിയില്ലെങ്കിൽ നാം ഈ കാണിക്കുന്നതൊന്നുമല്ല പ്രധാനം.
ഇലൂമിനേഷൻ ഇടണ്ടെന്നോ അല്ലെങ്കിൽ നക്ഷത്ര വിളക്കുകൾ തൂക്കണ്ടെന്നോ അല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അതിൻ്റെയൊക്കെ മാനം എന്താണെന്ന് നാം തിരിച്ചറിയണം പ്രിയപ്പെട്ടവരെ. പിന്നെ നാം പുൽക്കൂടുകൾ ഒരുക്കുന്നവരാണ്. ചില വർഷങ്ങൾക്ക് മുമ്പ് ഒരു മനുഷ്യൻ സ്വർണം കൊണ്ട് പുൽക്കൂടുണ്ടാക്കി കർത്താവിനെ അതിനകത്ത് സ്വീകരിച്ചു എന്ന വാർത്ത വന്നത് നിങ്ങൾ മറന്നു കാണില്ല. ഒരുപക്ഷെ തൻ്റെ കയ്യിൽ ഒരുപാട് പണമുണ്ട്, താൻ കോടീശ്വരനാണ്. ലോകത്തൊരു വാർത്ത സൃഷ്ടിക്കാൻ സ്വർണം കൊണ്ടൊരു പുൽക്കൂടുണ്ടാക്കി ആർഭാടത്തിൽ തൻ്റെ പേര് 4 പേരുടെ മുമ്പിൽ പരസ്യപ്പെടുത്തുകയും സോഷ്യൽ മീഡിയയിൽ ഇടം പിടിക്കുകയും ചെയ്തപ്പോൾ ഈ മനുഷ്യന് ഈ ലോകത്ത് വെറുക്കപ്പെട്ടവരെ, പാവപ്പെട്ടവരെ, ഒറ്റപ്പെട്ടവരെ, അത്താഴപ്പട്ടണിക്കാരെ, സമൂഹത്തിൽ തള്ളപ്പെട്ടവരെ, തെരുവിൽ പിറന്നു വീണ കുഞ്ഞുങ്ങളെ കാണാതെ പോയി. അവിടെ ആ മനുഷ്യൻ്റെ ഉള്ളിലോ ഹൃദയത്തിലോ യേശു ക്രിസ്തു ജനിച്ചുവോ എന്നുള്ളത് ഒരു ചോദ്യമായി അവശേഷിക്കുകയാണ്. യേശു ക്രിസ്തു എൻ്റെ ഹൃദയത്തിനകത്താണ് പിറന്നു വീഴേണ്ടത്. അപ്പോൾ എൻ്റെ കാഴ്ചപ്പാട് മാറും. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ക്രിസ്മസ് ആഘോഷിക്കുന്നു. എത്ര ലക്ഷങ്ങളാണ്, എത്ര കോടികളാണ് ഒരു ക്രിസ്മസ് ആഘോഷത്തിൽ പൊടിച്ചു തീർക്കുന്നത്. പക്ഷേ അവിടെയും പാവങ്ങളെന്നും പാവങ്ങളായി കിടക്കുകയാണ്. ഒറ്റപ്പെട്ടവരെന്നും ഒറ്റപ്പെട്ടവരായി കിടക്കുകയാണ്. അവരെ ആരും തിരിഞ്ഞു നോക്കുന്നില്ല. അവരുടെ വേദനകൾ ആരും അറിയുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ നമ്മൾ ആർഭാടത്തിമർപ്പിൽ കർത്താവിന് വേണ്ടി, അവൻ്റെ തിരുപ്പിറവിക്ക് വേണ്ടി നാം സമ്മേളനങ്ങളോ സന്തോഷത്തിൻ്റെ അവസരങ്ങളോ ഒക്കെ തീർക്കുമ്പോൾ കർത്താവ് ആ പരിസരത്ത് എങ്ങും കാണുകയില്ല. കർത്താവ് ആ സമയത്ത് പാവപ്പെട്ട രോഗികൾ, അന്ന് ആഹാരം കഴിച്ചിട്ടില്ലാത്ത പാവങ്ങൾ, ഒറ്റപ്പെട്ട ആളുകൾ, ചികിത്സിക്കാൻ പണമില്ലാതെ സന്തോഷമില്ലാത്ത ആളുകൾ, ഇങ്ങനെയുള്ള വെറുക്കപ്പെട്ട ആളുകൾ, ഒറ്റപ്പെട്ട ആളുകൾ, തകർക്കപ്പെട്ട ആളുകൾ ജീവിക്കുന്ന ഇടങ്ങളിൽ അവരോട് കൂടെ, അവരിൽ ഒരാളായി അവരോട് താതാത്മ്യപ്പെട്ട് അപ്പോൾ യേശു അവിടെ തിരക്കിലായിരിക്കാം. നമ്മുടെ ആർഭാടങ്ങളിലോ ആഘോഷങ്ങളിലോ ഒന്നും കർത്താവ് സംബന്ധിക്കുന്നുണ്ടാകയില്ല. അല്ലെങ്കിൽ നമുക്ക് നിർബന്ധമില്ലല്ലോ എൻ്റെ ആഘോഷങ്ങളിൽ കർത്താവ് വരണമെന്ന്. കർത്താവ് വന്ന് പങ്കെടുക്കത്തക്ക സാധ്യതകളും സാഹചര്യങ്ങളും അല്ലല്ലോ നമ്മുടെ ആഘോഷവേളകളിൽ നാം സൃഷ്ടിച്ചെടുക്കുന്നത്. മദ്യപിച്ച് കൂത്താടി ബോധം കെട്ട് സകല മ്ലേച്ഛതയും പ്രവർത്തിച്ചുകൊണ്ട് ഓരോ ആഘോഷങ്ങളും തിമിർക്കുന്ന ആളുകൾ അറിയുന്നില്ലല്ലോ എന്തിനു വേണ്ടിയാണ് ഇത് ചെയ്യുന്നതെന്ന്. ഓരോ ക്രിസ്മസിനും കേരളത്തിൽ വിറ്റഴിക്കപ്പെടുന്ന മദ്യത്തിൻ്റെ കണക്ക് പിറ്റേയാഴ്ചയിലെ പത്രത്തിൽ അച്ചടിച്ച് വരുമ്പോൾ ഞെട്ടലോടുകൂടി അല്ലാതെ ഓർക്കാൻ കഴിയില്ലല്ലോ. ഓരോ ക്രിസ്മസിനും ധൂർത്തടിക്കുന്ന, ആർഭാടത്തിന് ചിലവഴിക്കുന്ന കോടിക്കണക്കിന് പണത്തിൻ്റെ കണക്ക് വരുമ്പോൾ ദൈവമക്കളെ ലജ്ജിക്കാനല്ലാതെ മറ്റെന്താണ് കഴിയുക? വേദനിക്കുന്ന ജനത്തിലേക്ക് എത്തി നോക്കാൻ പോലും കണ്ണില്ലാതെ മനസ്സില്ലാതെ ക്രിസ്തുവിൻ്റെ തിരുപ്പിറവി ആഘോഷിക്കുവാൻ നാം ഉൾക്കൂടുകൾ ഒരുക്കുമ്പോൾ എവിടെയാണ് നമ്മുടെ ആത്മീയത എന്നൊരു ചോദ്യം ഇനിയും അവശേഷിക്കുകയാണ്. കാഴ്ചപ്പാട് ഏറെ മാറേണ്ടിയിരിക്കുന്നു പ്രിയപ്പെട്ടവരെ. കൊട്ടാര സദൃശ്യമായ വീടുകൾ മോടിയോടെ കെട്ടിപ്പൊക്കുന്നവരും പുൽക്കൂടൊരുക്കുന്നത് വീടിന് വെളിയിലാണ്. എന്തേ വീടിനകത്ത് പുൽക്കൂടൊരുക്കുന്നില്ല? വീടിനകത്ത് കർത്താവിന് പ്രവേശനമില്ല. കർത്താവേ, നീ എൻ്റെ വീട്ടിൽ വരുന്നെങ്കിൽ ഞാൻ പുറത്ത് ഒരുക്കിയ പുൽക്കൂട്ടിൽ വരെ നീ വന്നാൽ മതി. ആ പുൽക്കൂട് മിക്കപ്പോഴും തൊഴുത്തിനരികിലായിരിക്കും. കന്നുകാലികൾ നിനക്ക് കൂട്ടായിരിക്കട്ടെ. എനിക്ക് അകത്ത് വേറെ ജോലിയുണ്ട്. എനിക്ക് ഇഷ്ടം പോലെ സുഹൃത്തുക്കൾ വരാനുണ്ട്. എനിക്ക് ഇഷ്ടം പോലെ ആഘോഷിക്കാനുണ്ട്. എനിക്ക് മദ്യപിച്ചും മറ്റ് സുഖ ആസ്വാദനങ്ങളിൽ മുഴുകയും സമയം കളയാനുണ്ട്. എല്ലാം നിൻ്റെ പേരിലാണ്. നീ അകത്തേക്ക് വരേണ്ടതില്ല, പുറത്ത് നിന്നാൽ മതി. യേശുക്രിസ്തുവിനെ പുറത്ത് നിർത്തി കൊണ്ട് അകത്ത് ആഘോഷം നടത്തുന്ന നമ്മുടെ പ്രവണതകൾ മാറ്റി എഴുതേണ്ടതല്ലയോ? പുൽക്കൂടൊരുക്കേണ്ടത് മുറ്റത്തല്ല പ്രിയപ്പെട്ടവരെ. പുൽക്കൂടാക്കേണ്ടത് സ്വന്തം ഹൃദയങ്ങളെയാണ്, സ്വന്തം മനസ്സുകളെയാണ്. അതിനകത്ത് കർത്താവിനെ സ്വീകരിപ്പാനാണ് നാം ഒരുങ്ങേണ്ടത്. അങ്ങനെ ആയിത്തീർന്നാൽ നമ്മുടെ മനോഭാവം മാറും. നമ്മുടെ ആർഭാടവും നമ്മുടെ ആഘോഷവും നാം വേണ്ടെന്ന് വെച്ചിട്ട് അല്ലെങ്കിൽ വെട്ടിച്ചുരുക്കിയിട്ട് നാം പാവപ്പെട്ടവരിലേക്ക് ഇറങ്ങിച്ചൊല്ലും. എത്രയോ കുഞ്ഞുങ്ങളാണ് ഹാർട്ട് ഓപ്പറേഷന് പണമില്ലാതെ, തീയതി നിശ്ചയിക്കാൻ കഴിയാതെ ഇവിടെ അലഞ്ഞു തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. എത്ര കുഞ്ഞുങ്ങളാണ് ബ്ലഡിൻ്റെ കൗണ്ട് ദിനം പ്രതി കുറഞ്ഞിട്ട് മരണത്തോട് മല്ലടിച്ച് ചികിത്സിക്കാൻ പണമില്ലാതെ ഭിക്ഷാപാത്രവുമായി മാതാപിതാക്കൾ തെരുവിലലയുന്നത്. എത്രയെത്ര കുഞ്ഞുങ്ങളാണ് ബ്ലഡ് ക്യാൻസർ ബാധിച്ച് ചികിത്സിക്കാൻ നിവൃത്തിയില്ലാതെ മാതാപിതാക്കൾ തകർന്ന് കണ്ണുനീരിലെ ക്രിസ്മസിൽ പലയിടങ്ങളിലായിട്ട് മുട്ടിന്മേൽ വീണ് കിടന്ന് നിലവിളിക്കുന്നത്. എത്രയെത്ര പാവങ്ങൾ, എത്രയെത്ര കുഞ്ഞുങ്ങളാണ് വിവാഹപ്രായം കഴിഞ്ഞിട്ടും കെട്ടുനടക്കാതെ, കഴുത്തിൽ കെട്ടുതാലി വീഴാതെ, പണമില്ലെന്ന ഒറ്റ കാരണം കൊണ്ട് പുറനിറഞ്ഞു നിന്ന് നിലവിളിക്കുന്നത്. എത്രയെത്ര കുഞ്ഞുങ്ങൾ. ദൈവമക്കളെ, ഇതൊക്കെ കാണണമെങ്കിൽ താഴേക്ക് ഇറങ്ങണം. അതേ, കൊട്ടാരത്തിൽ പിറക്കാൻ കർത്താവിന് കഴിയാഞ്ഞിട്ടല്ലവൻ കല്ലിടാവിൽ പെരുവഴിയോരത്ത് പിറന്നു വീണത്. യേശുക്രിസ്തുവിനെ അന്വേഷിച്ച് പുറപ്പെട്ട വിദ്വാൻമാർ അവനെ ആദ്യം അന്വേഷിച്ചത് രാജകൊട്ടാരത്തിലാണ്. അവർക്ക് തെറ്റിപ്പോയി. അവർ വിചാരിച്ചു രാജാവ് പിറക്കുന്നത് രാജകൊട്ടാരത്തിലാണ്, അതുകൊണ്ട് രാജകൊട്ടാരത്തിൽ ചെന്നവനെ അന്വേഷിക്കാമെന്ന്.
ഇന്ന് പലപ്പോഴും നമ്മുടെ ചിന്തയും ഈ വിദ്വാൻമാരുടെ ചിന്ത തന്നെയാണ്. രാജാവ് പിറക്കുന്നത് കൊട്ടാരത്തിലാണ്, അതുകൊണ്ട് കൊട്ടാരത്തിൽ കർത്താവ് വരുമെന്നാണ് നമ്മുടെ വിചാരം. പക്ഷേ കർത്താവിൻ്റെ ചിന്താഗതിയും മനോഭാവവും ഒരുപാട് മാറ്റമുണ്ട്. കർത്താവ് ഒരിക്കലും കൊട്ടാരം നോക്കിപ്പോകുന്നവനല്ല. ആയിരുന്നെങ്കിൽ അന്നേ അത് നോക്കുമായിരുന്നു. കർത്താവ് വന്നത് കൊട്ടാരത്തെ പോലെ വർണ്ണിക്കാൻ പോലും കഴിയാത്ത അത്രമാത്രം ഔന്നത്യം നിറഞ്ഞ സ്വർഗത്തിൽ നിന്നാണ്. പക്ഷെ താഴേക്കിറങ്ങി വന്നപ്പോൾ ഏറ്റവും പാവങ്ങൾ താമസിക്കുന്ന ഇടത്ത് കർത്താവ് തൻ്റെ ഇടം കണ്ടെത്തി. ഏറ്റവും ആർക്കും വേണ്ടാത്ത ഇടത്ത് കർത്താവ് തൻ്റെ പിറവിക്ക് ഇടം കണ്ടെത്തി. ആ കർത്താവ് ഇന്ന് നമുക്ക് ഒരു വലിയ മാതൃകയായി, ഒരളവ് വരെ നമുക്കൊരു വെല്ലുവിളിയായി നിൽക്കുകയാണ്. നിങ്ങളിപ്പോഴും ക്രിസ്ത്യാനികളായിട്ടുണ്ടോ എന്നൊരു ചോദ്യം കർത്താവ് എന്നോട് നിങ്ങളോട് ചോദിക്കുന്നുണ്ട്. ക്രിസ്ത്യാനി എന്ന പേരുണ്ട്. ഈ അർത്ഥം ക്രിസ്തുവിനെ സകലത്തിലും അനുകരിക്കുന്നവരെന്നാണ്. ഏതെങ്കിലും ഇടവകപ്പള്ളിയുടെ രജിസ്റ്ററിൽ പേരുള്ളത് കൊണ്ട് ഒരാൾ ക്രിസ്ത്യാനിയായി എന്ന് നനയ്ക്കരുത്. പാരമ്പര്യമുള്ളൊരു കുടുംബത്തിൽ പിറന്നതുകൊണ്ട് ഒരാൾ ക്രിസ്ത്യാനിയായി എന്ന് നനയ്ക്കരുത്. ദൈവമക്കളെ മാമോദീസയെ ഏറ്റതുകൊണ്ട് ഒരാൾ ക്രിസ്ത്യാനിയായി എന്ന് നനയ്ക്കരുത്. ക്രിസ്തുവിനെ അനുകരിക്കുന്ന ജീവിതശൈലി ഉണ്ടാകുമ്പോഴാണ് ക്രിസ്ത്യാനിയാകുന്നത്. ആ നിലകളിലേക്ക് ജീവിതത്തെ രൂപപ്പെടുത്തിയെടുക്കാൻ കഴിയുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിനൊരു ക്ലാരിറ്റി ഉണ്ടാകുന്നത്. നാം ഇനിയും ഒരുപാട് മാറേണ്ടിയിരിക്കുന്നു പ്രിയപ്പെട്ടവരെ. നമ്മുടെ ചിന്താഗതികൾ ഒരുപാട് മാറേണ്ടിയിരിക്കുന്നു. നമുക്ക് ഈ ക്രിസ്മസ് വീണ്ടും തെരുവിലാക്കപ്പെട്ടവർക്ക് വേണ്ടി, ഉപേക്ഷിക്കപ്പെട്ടവർക്ക് വേണ്ടി, അത്താഴപ്പട്ടിണിക്കാർക്ക് വേണ്ടി, ആരോരുമില്ലാത്തവർക്ക് വേണ്ടി, വെറുക്കപ്പെട്ടവർക്ക് വേണ്ടി സമർപ്പണം ചെയ്യാം. നമ്മൾ ഈ ക്രിസ്മസിന് ചെയ്യാൻ പോകുന്ന എല്ലാ ആർഭാടങ്ങളും നമുക്ക് ഒഴിവാക്കാം. എല്ലാ ആഘോഷങ്ങളും അവസാനിപ്പിച്ചിട്ട് ക്രിസ്തു ചെയ്തതുപോലെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ചെയ്തെടുക്കാൻ ശ്രമിക്കാം. നമുക്ക് അങ്ങനെയുള്ള ഇടങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാം. പബ്ലിസിറ്റിക്ക് വേണ്ടിയല്ല, വാർത്തകൾ സൃഷ്ടിക്കാൻ വേണ്ടിയല്ല. ഈ കാലഘട്ടത്തിൽ പലരും അങ്ങനെ ചെയ്യുന്നത് കാണുന്നുണ്ട്. ഓരോ ആഘോഷവേളകളിലും ഏതെങ്കിലും ഒരു വാർത്ത സൃഷ്ടിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തു കൂട്ടുക. ചില ഇടങ്ങൾ സന്ദർശിച്ചിട്ട് പല ആംഗിളിൽ ഫോട്ടോ എടുത്ത് അപ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിലേക്ക് അപ്ലോഡ് ചെയ്യുക. അനേകം ആളുകൾ ലൈക്ക് അടിക്കുമ്പോൾ അത് അനേക ഇടങ്ങളിലേക്ക് പരസ്യമായി പോകുമ്പോൾ ഞാൻ എന്തോ ചെയ്തു എന്ന ഒരഭിമാനം. അതിനപ്പുറത്ത് അവിടെ ഒന്നുമില്ല. നിന്റെ വലം കൈ ചെയ്യുന്നത് ഇടം കൈ അറിയരുതെന്ന് കൽപ്പിച്ച കർത്താവിനെയാണ് നാം പിന്തുടരുന്നതെങ്കിൽ ചെയ്യാനുള്ളത് ചെയ്യുക. വാർത്ത സൃഷ്ടിക്കാൻ വേണ്ടിയല്ല, പബ്ലിസിറ്റി കിട്ടാൻ വേണ്ടിയല്ല, കയ്യടി കിട്ടാൻ വേണ്ടിയല്ല, അംഗീകാരം കിട്ടാൻ വേണ്ടിയല്ല. അങ്ങനെയൊക്കെയാണ് നാം പലതും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ചെയ്യുന്നവരാരും കർത്താവിനെ ആദരിക്കുന്നില്ല, ബഹുമാനിക്കുന്നുമില്ല. ഈ കാലഘട്ടത്തിൽ പ്രിയപ്പെട്ടവരെ എല്ലാം പബ്ലിസിറ്റിയുടെ മാനദണ്ഡത്തിൽ നടത്തപ്പെടുകയാണ്. ഒന്ന് പൊളിച്ചെഴുതണം നമ്മുടെ ആത്മീയത. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അതിനൊരു വലിയ പബ്ലിസിറ്റി നാം പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ നാം അത് ചെയ്തതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. അവിടെ സ്വയം പ്രഘോഷണമാണ് നടക്കുന്നത്. ദൈവനാമത്തിൻ്റെ മഹത്വത്തിനായി ജീവിതം നയിക്കാൻ അർപ്പണം ചെയ്യുന്നവർ ഒരു കാരണവശാലും ഒന്നും പ്രഘോഷിക്കേണ്ടതില്ല. പ്രിയപ്പെട്ടവരെ, മാതൃകാപരമായ ജീവിതമാണ് ഏറ്റവും മനോഹരമായിട്ടുള്ളത്. ഒരിക്കൽ പുസ്തകത്തിൽ ഇങ്ങനെ വായിച്ചു, ഒരു സുവിശേഷകരെ വേലക്കയക്കുന്ന ഒരു മിഷൻ ടീം ഒരിക്കലും സുവിശേഷകർ പോയിട്ടില്ലാത്ത ഒരു സ്ഥലത്തേക്ക് ഒരു മിഷണറിയെ അയക്കാനായിട്ട് തീരുമാനമെടുത്തു. അപ്പോൾ ആ ഗ്രൂപ്പിലുണ്ടായിരുന്ന ഏറ്റവും പ്രായമുള്ള ഒരു മനുഷ്യൻ എഴുന്നേറ്റ് പറഞ്ഞു, നിങ്ങൾ ഒരു കാര്യം ചെയ്യണം. ആ ദേശത്തേക്ക് നിങ്ങൾ മിഷണറിമാരെ അയക്കുന്നതിന് മുമ്പ് എനിക്ക് 1, 2, 3 വർഷം അവിടെ ചെന്ന് താമസിക്കാൻ അനുവാദം തരണം. അവർ പറഞ്ഞു, താങ്കൾക്ക് പ്രായമായി, താങ്കൾക്കൊരു മിഷണറിയായി പ്രവർത്തിക്കാനുള്ള ആരോഗ്യമില്ല, താങ്കൾക്ക് അതിൻ്റെ പേരിൽ സപ്പോർട്ട് തരാൻ ഞങ്ങൾക്ക് കഴിയില്ല. അദ്ദേഹം പറഞ്ഞു, ഒന്നും തരേണ്ടതില്ല. നിങ്ങൾ അവിടേക്കൊരു മിഷണറി അയക്കും മുമ്പ് എന്നെ നിങ്ങൾ അവിടേക്കൊന്ന് അയക്കാനായിട്ട് മനസ്സ് തന്നാൽ മാത്രം മതി. അവർക്കൊന്നും മനസ്സിലായില്ല. ആ സാധുവായ മനുഷ്യൻ, പണ്ട് ഒരുപാട് സുവിശേഷ വേല ചെയ്ത മനുഷ്യൻ, അദ്ദേഹത്തെ ആ ദേശത്തേക്ക് പോകാൻ അവർ അനുവദിച്ചു. ആരും ചെന്നെത്തിയിട്ടില്ലാത്ത, സുവിശേഷകർ കടന്നെത്തിയിട്ടില്ലാത്ത ദേശത്ത് ആ മനുഷ്യൻ ചെന്ന് താമസിച്ചു. അവിടെ ഉണ്ടായിരുന്ന ഒരു മനുഷ്യനോട് പോലും അദ്ദേഹം സുവിശേഷം പറഞ്ഞില്ല. യേശു ക്രിസ്തു രക്ഷിതാവാണെന്നും വിശ്വസിക്കണമെന്ന് ആരോടും പറഞ്ഞില്ല. പക്ഷേ ആ നാട്ടിൽ ആർക്കാണോ തന്നെ കൊണ്ട് ആവശ്യമുള്ളത് അവിടെയൊക്കെയും അയാൾ ഉണ്ടായിരുന്നു. വേദനിക്കുന്നവരുടെ കൂട്ടത്തിൽ അയാൾ ചെന്ന് നിന്നു. സങ്കടപ്പെടുന്നവരോടൊപ്പം അയാൾ ചെന്ന് നിന്നു. അത്താഴപ്പട്ടിണിക്കാരോടൊപ്പം അയാൾ ചെന്ന് നിന്നു. കിടക്കാൻ വീടില്ലാത്തവർക്കൊപ്പം അയാൾ ചെന്ന് നിന്നു. ആരെങ്കിലും തകർന്നു പോയെങ്കിൽ അവരെ പണിതെടുക്കാൻ അയാൾ ആവോളം ശ്രമിച്ചു. ഏതെങ്കിലും വീട്ടിൽ ആഹാരമില്ലെന്നറിഞ്ഞാൽ ആഹാരം അയാൾ എത്തിച്ചു കൊടുത്തു. എവിടെയാണോ കണ്ണുനീരണിയുന്നവർ അവിടെ അയാൾ ഓടിച്ചെന്നു. ആ നാട്ടിലെ മുഴുവൻ ആളുകൾക്കും അയാൾ ദൈവതുല്യനായി മാറി. എവിടെ സങ്കടമുണ്ടെങ്കിലും അയാൾ അറിഞ്ഞവിടെ എത്തുമെന്നവർക്ക് ഉറപ്പായി. ഈ മനുഷ്യനെ എല്ലാവരും അങ്ങേയറ്റം ബഹുമാനിച്ചു, അങ്ങേയറ്റം ആദരിച്ചു, അങ്ങേയറ്റം അംഗീകരിച്ചു. അയാൾ അറിയാതെ ആ നാട്ടിൽ ആരും ഒന്നും ചെയ്യില്ല എന്നൊരു നില
എത്തിപ്പെട്ടു. അങ്ങനൊരു സാഹചര്യം വന്നപ്പോൾ ഒരു സുപ്രഭാതത്തിൽ അയാൾ അവിടെ നിന്ന് അപ്രത്യക്ഷനായി. അപ്രതീക്ഷിതമായി ആ ഗ്രാമത്തിൽ വരികയും 2, 3, 4 കൊല്ലം ആ ഗ്രാമത്തിൻ്റെ ഭാഗമായി അവർ ഏറ്റവും വേണ്ടപ്പെട്ടവനായി പൂർണ്ണമായും തന്നെ സമർപ്പിച്ച് ജീവിക്കുകയും ഒരു സുപ്രഭാതത്തിൽ അപ്രത്യക്ഷനാവുകയും ചെയ്ത അജ്ഞാതനായ ഒരാൾ. അയാൾ ആരാണെന്ന് ഗ്രാമവാസികൾക്കറിയില്ല. ശേഷം അയാൾ തൻ്റെ സംഘടനയിൽ തിരിച്ചെത്തി അതിൻ്റെ മേലധികാരികൾ പറഞ്ഞു, ഇനി നിങ്ങൾ അവിടേക്ക് മിഷണറിമാരെ അയക്കുക. പ്രിയപ്പെട്ടവർ, ഈ മിഷണറിമാർ 2 പേർ നിയോഗിക്കപ്പെട്ടു. അവരവിടെ ചെന്നൊരു സ്ഥലം, ഒരു വീട് വാടകയ്ക്ക് എടുത്ത് അവിടെ താമസിച്ചു. ആ ഗ്രാമത്തിലുള്ള ആളുകളോട് വീട് വീടാന്തരം കയറി ഇറങ്ങി അവർ യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തെക്കുറിച്ചും യേശുക്രിസ്തുവിൻ്റെ കരുതലിനെക്കുറിച്ചും യേശുക്രിസ്തുവിൻ്റെ പാവങ്ങളോടുള്ള സമീപനത്തെക്കുറിച്ചും യേശുക്രിസ്തു സൗഖ്യമാക്കുന്നതിനെക്കുറിച്ചും യേശു പ്രവർത്തിക്കുന്ന നീതിയെക്കുറിച്ചുമൊക്കെ അവരോട് സംസാരിച്ചു തുടങ്ങി. ആ ഗ്രാമത്തിലെ ആളുകൾ ഇത് മുഴുവനും കേട്ടിട്ട് ഈ ചെറുപ്പക്കാരോട് പറഞ്ഞു, സത്യമായിട്ടും ഞങ്ങൾ അറിഞ്ഞില്ല. ഈ കഴിഞ്ഞ 3 മാസം മുമ്പ് വരെ നിങ്ങളീ പറയുന്ന ക്രിസ്തു ഞങ്ങളുടെ ഈ ഗ്രാമത്തിൽ താമസിക്കുന്നുണ്ടായിരുന്നു. അപ്രതീക്ഷിതമായ ഒരു ദിവസം ഇവിടെ വന്നതാണ്. ഞങ്ങൾക്ക് ആർക്കും അറിയില്ലായിരുന്നു അയാൾ ക്രിസ്തുവാണെന്ന്. 3-3.5 കൊല്ലം 4 കൊല്ലം ഞങ്ങളോടൊപ്പം താമസിച്ചു. ഞങ്ങളുടെ എല്ലാ സങ്കടങ്ങളിലും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ എപ്പോഴൊക്കെ ഭാരപ്പെടുന്നു അപ്പോഴൊക്കെ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. ഞങ്ങൾ നിലവിളിക്കുമ്പോഴൊക്കെ കണ്ണുനീർ തുടയ്ക്കാൻ ഒപ്പം ഉണ്ടായിരുന്നു. നിങ്ങളീ പറയുന്ന ക്രിസ്തു 4 കൊല്ലം ഞങ്ങളുടെ കൂടെ താമസിച്ചതാണ്. പക്ഷെ ഞങ്ങൾ ആരും അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞില്ല. അദ്ദേഹമാണ് ക്രിസ്തുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ പറയുന്ന ക്രിസ്തുവിനെ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കയാൽ ഞങ്ങൾ അവന് വേണ്ടി ജീവിതം കൊടുക്കാം. ദൈവമക്കളെ, ആ മനുഷ്യൻ ഒരക്ഷരം ആരോടും പറഞ്ഞില്ല, ജീവിച്ചതേ ഉള്ളൂ. ഈ കാലഘട്ടത്തിൽ പറയുന്നവരുടെ എണ്ണം വളരെ കൂടുതലാണ്. ആ കൂട്ടത്തിൽ ഞാൻ വളരെ മുമ്പനുമാണ്. പക്ഷെ ജീവിക്കുന്നവരുടെ എണ്ണം വളരെ കുറവാണ്. ഈ കാലഘട്ടത്തിന് വേണ്ടത് പറയുന്നവരെയല്ല, ജീവിക്കുന്നവരെയാണ്. പ്രസംഗിക്കുന്നവരെയല്ല, പ്രവർത്തിക്കുന്നവരെയാണ്. യേശു ക്രിസ്തു സൂക്ഷിച്ചു നോക്കുകയാണ്. ഈ ക്രിസ്മസിന് ആരാണ് ഈ ഭൂമിയിൽ എനിക്ക് വേണ്ടി നിൽക്കുക? ആരാണ് ഈ കൊല്ലം ക്രിസ്തുവായി ഈ ഭൂമിയിൽ വെളിപ്പെട്ട് എൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനായി തൻ്റെ ജീവിതം അർപ്പണം ചെയ്യുക? ദൈവമക്കളെ, ഇരിക്കുന്ന സിംഹാസനത്തിലിരുന്ന് ചുറ്റും നോക്കിയാൽ കാണുന്നത് തൻ്റെ സ്റ്റാറ്റസിനൊത്തവരെ മാത്രമാണ്. താഴേക്കിറങ്ങണം. വേദനിക്കുന്നവരുടെ മധ്യത്തിലേക്ക്, ഒറ്റപ്പെട്ടവരുടെ മധ്യത്തിലേക്ക്, തള്ളപ്പെട്ടവരുടെ മധ്യത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുവാനുള്ള മനസ്സ് നമുക്കുണ്ടാകണം. അപ്രകാരം ഒരു ഇറങ്ങിച്ചെല്ലൽ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അത്ഭുതാവഹമായ മാറ്റം ക്രിസ്തീയ ജീവിതത്തിൽ അല്ലെങ്കിൽ ക്രിസ്ത്യാനിയെക്കുറിച്ച് മറ്റുള്ളവരുടെ മനസ്സിലുണ്ടാകും. നമുക്കൊരു തിരുത്തപ്പെടൽ ആവശ്യമുണ്ട്. ദൈവമക്കളെ, നമ്മുടെ ആർഭാട ജീവിതത്തോട് നാം വിട പറയേണ്ടതുണ്ട്. നമ്മുടെ പാപജീവിതത്തോട് നാം വിട പറയേണ്ടതുണ്ട്. നാം ആഘോഷിപ്പാനല്ല ക്രിസ്മസ്, അത് ആചരണമായി മാറണം. പുൽക്കൂടുകൾ ഒരുക്കണ്ടെന്നോ ഇലൂമിനേഷനുകൾ ഇടണ്ടെന്നോ നക്ഷത്രവിളക്കുകൾ ജ്വലിപ്പിക്കണ്ടെന്നോ ഒന്നുമല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇതൊക്കെ ചെയ്യുന്നതിനപ്പുറത്ത് നമുക്ക് ചില ദർശനങ്ങൾ ഉണ്ടാകണം. മനസ്സ് വെച്ചാൽ സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഒറ്റയ്ക്കായിട്ടും കൂട്ടമായിട്ടും മനസ്സ് വെച്ചാൽ സാധിക്കും. ഈ ആണ്ടിൽ എൻ്റെ ക്രിസ്മസ് ആചരണം ഒരു പുതിയ ദർശനത്തോടുകൂടെ ആയിരിക്കുമെന്ന ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിയണം. ഞാൻ പാർക്കുന്ന ദേശത്ത് പാവങ്ങളിൽ പാവമായി തലചായ്ക്കാൻ കൂരയില്ലാതെ കിടക്കുന്ന ഏതെങ്കിലും ഒരു സാധുവിന് ഒരു വീടുണ്ടാക്കി കൊടുക്കാൻ ഈ ആണ്ടിൽ ഞാൻ ക്രിസ്മസിന് ആഘോഷത്തിന് ചിലവഴിക്കുന്ന പണം 10 പേരോ 20 പേരോ 50 പേരോ ഒരുമിച്ച് പങ്കിട്ടാൽ സാധിക്കുമോ എന്ന് നിങ്ങൾ പാർക്കുന്ന ദേശത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി നിങ്ങളൊന്ന് കൂടി ആലോചിച്ച് നോക്കുക. സാധിക്കും പ്രിയപ്പെട്ടവരെ. നാളുകളായി വിവാഹം മുടങ്ങി, വിവാഹം നടക്കാതെ സാമ്പത്തിക ഭാരം കൊണ്ട് നെടുവേർപ്പെട്ട് കഴിയുന്ന ഒരു പെൺകുഞ്ഞിന് വിവാഹം നടത്തി കൊടുക്കാൻ ഈ ക്രിസ്മസിൽ ഞാനും എൻ്റെ ചുറ്റും നിൽക്കുന്നവരും എൻ്റെ അസോസിയേഷനിൽപ്പെട്ടവരുമൊക്കെ ഒരുമിച്ച് തീരുമാനിച്ചാൽ നടക്കും എന്ന് ചിന്തിപ്പാൻ, അതൊന്ന് ഷെയർ ചെയ്യാൻ, അത് സോഷ്യൽ മീഡിയകളിലൂടെ പങ്കിടാൻ, അങ്ങനെ നമ്മുടെ ഗ്രൂപ്പിനെ കൊണ്ട് ഒരു വലിയ പുണ്യം ചെയ്യിച്ചിട്ട് ക്രിസ്തുവിന് വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്തു എന്ന് ഒരു കാഴ്ചപ്പാടിൽ എത്തിപ്പെടാൻ ഈ ക്രിസ്മസിൽ സാധിക്കുമോ എന്ന് ഒരു ചോദ്യം ഈ ജനത്തോട് ദൈവത്തിൻ്റെ ആത്മാവ് ചോദിക്കുകയാണ്. ദൈവമക്കളെ, നമുക്ക് ചെയ്യാൻ കഴിയും. ക്രിസ്മസിനൊരു പുതിയ കാഴ്ചപ്പാട് രൂപപ്പെടുത്തിയെടുക്കാൻ കഴിയും. ഒരു പുതിയ ദർശനം നമുക്ക് രൂപപ്പെടുത്തിയെടുക്കാൻ കഴിയും. നമ്മൾ നമ്മുടെ കാഴ്ചപ്പാട് മാറ്റിയാൽ, നമ്മുടെ ചിന്താഗതി മാറ്റിയാൽ നമുക്കിവിടെ പലതും സൃഷ്ടിച്ചെടുക്കാൻ കഴിയും. ഈ ക്രിസ്മസ് പാവങ്ങൾക്ക് വേണ്ടി സമർപ്പണം ചെയ്യാൻ, തെരുവിലുള്ളവർക്ക് വേണ്ടി സമർപ്പണം ചെയ്യാൻ, അനാഥർക്ക് വേണ്ടി സമർപ്പണം ചെയ്യാൻ, അത്താഴപ്പട്ടിണിക്കാർക്ക് വേണ്ടി സമർപ്പണം ചെയ്യാൻ, വിവാഹം നടക്കാത്ത കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സമർപ്പണം ചെയ്യാൻ, വിദ്യാഭ്യാസം മുടങ്ങിയ മക്കൾക്ക് വേണ്ടി സമർപ്പണം ചെയ്യാൻ, കിടന്നുറങ്ങാൻ ഒരു കൂരയില്ലാത്തവർക്ക് വേണ്ടി സമർപ്പണം ചെയ്യാൻ, വേദനിക്കുന്ന ജനത്തിന് വേണ്ടി സമർപ്പണം ചെയ്യാൻ കഴിഞ്ഞാൽ ഈ ക്രിസ്മസ് സ്വർഗം പ്രസാദിക്കുന്ന ഒന്നായി മാറും. അല്ലെന്നാകിൽ പ്രിയമുള്ളവരെ, നാം കർത്താവിനെ പരിഹസിക്കുകയാണ്. റോമൻ പടയാളികൾ അവൻ്റെ കവളത്ത് ഒരിക്കലേ അടിച്ചുള്ളൂ. നാം ഓരോ ക്രിസ്മസിനും നമ്മുടെ കർത്താവിൻ്റെ കവളത്ത് അടിക്കുന്നു എന്ന് വരും.
അവരൊരിക്കലേ അവൻ്റെ മുഖത്ത് തുപ്പയുള്ളൂ. നമ്മൾ ഓരോ ക്രിസ്മസിനും നമ്മുടെ കർത്താവിൻ്റെ മുഖത്ത് തുപ്പുന്നു എന്ന് വരും. അവരൊരിക്കലേ അവനെ വസ്ത്രാക്ഷേപം ചെയ്ത് പരിപൂർണ നഗ്നനായി നിർത്തിയുള്ളൂ. നമ്മൾ ഓരോ ക്രിസ്മസിനും നമ്മുടെ കർത്താവിനെ വസ്ത്രാക്ഷേപം ചെയ്യുന്നു എന്ന് വരും. ഹൃദയവത കൊണ്ടാണ് ഇത് പറയുന്നത്. ദൈവമക്കളെ, ക്രിസ്ത്യാനിയായി ലോകത്ത് ജീവിക്കണം. ഓരോ ക്രിസ്ത്യാനിയിലും ക്രിസ്തു വെളിപ്പെട്ട് വരണം. അങ്ങനെ ഒരു ആചരണമായി ക്രിസ്മസ് മാറണം. ആ നിലകളിലേക്ക് മാറി ചിന്തിക്കാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ ക്രിസ്മസ് ആചരണം നമ്മുടെ കർത്താവിന് അപമാനമാണ്. ദൈവമക്കളെ, ഒരിക്കൽ ഒരു പറ്റം മക്കൾ അവർ പടർന്ന് പന്തലിച്ച് വലുതായി വിദേശ രാജ്യങ്ങളിലൊക്കെ ജോലിയായി കോടികളുടെ മുതലായപ്പോൾ അവരുടെ അപ്പൻ്റെ നവതി ആഘോഷിക്കാൻ തീരുമാനിച്ചു. അപ്പന് 90 വയസ്സായി. അപ്പൻ്റെ നവതി ആഘോഷിക്കാൻ തീരുമാനിച്ച് നോട്ടീസ് അടിച്ച് നാട് നീളെ പരസ്യപ്പെടുത്തി. അനേകം ആളുകൾക്ക് ക്ഷണക്കത്ത് കൊടുത്തു. 1000-ഓളം അതിഥികളെ അവർ സ്വീകരിച്ചു. എല്ലാം കേറ്ററിംഗുകാരെ ഏൽപ്പിച്ചു. ഇവൻ മാനേജ്മെൻ്റ് അവിടെ നിറഞ്ഞാടുകയാണ്. പ്രിയപ്പെട്ടവരെ, സമയമെടുത്തു. തലേ ദിവസം ഒരു ചർച്ച. അപ്പനെ നമ്മൾ എവിടെ ഇരുത്തും? പല്ല് പൊഴിഞ്ഞ വായിലൂടെ ദ്രാവകം ഒഴുകി വീഴുന്ന, കണ്ണു കാണാൻ വയ്യാത്ത, ഇരിക്കുന്നിടത്ത് ചുറ്റും തുപ്പിക്കൂട്ടുന്ന അപ്പനെ എവിടെ ഇരുത്തും? 90 വയസ്സ് പൂർത്തിയായി. വരാന്തയിൽ അലങ്കരിച്ച ഒരു കസേരയിൽ ഇരുത്തിയാലോ? അയ്യേ, നാണക്കേട്. വരുന്നവരൊക്കെ ഈ അപ്പൻ്റെ ഈ അവസ്ഥ കണ്ടിട്ട് വല്ലാതെ നമ്മളെ പരിഹസിക്കും. അതുകൊണ്ട് വരാന്തയിൽ ഇരുത്തണ്ട. പ്രിയപ്പെട്ടവരെ, അകത്തേതെങ്കിലും ഒരു മുറിയിലായാലോ? ഓരോ മുറിയും ഓരോ മക്കൾ കൈവശപ്പെടുത്തിയിരിക്കുക. ആ മുറിയിൽ പറ്റില്ല, ഈ മുറിയിൽ പറ്റില്ല, അത് എൻ്റേതാ, ഇത് എൻ്റേതാ. മക്കളെ ഒരു മുറിയിലും അപ്പനെ ഇരുത്താൻ സമ്മതിക്കില്ല. ഒടുവിൽ മക്കൾ ഒരു തീരുമാനമെടുത്തു. ആഘോഷം കഴിയുന്നത് വരെ അപ്പനെ നമുക്ക് പഴയ വീട്ടിൽ, ഇത് പുതിയ ബംഗ്ലാവാണ്, പഴയ വീട്ടിൽ അടച്ചുപൂട്ടിയിടാം. ഒരു ഹോം നേഴ്സിനെയും കൊടുക്കാം. ആരെങ്കിലും ചോദിച്ചാൽ അപ്പൻ ആശുപത്രിയിൽ അഡ്മിറ്റാണെന്ന് പറയാം. ആരും അറിയണ്ട. പ്രിയപ്പെട്ടവരെ, അവർ അങ്ങനെ തന്നെ നടത്തിക്കൂട്ടി. സ്വന്തം അപ്പനെ ഇരുട്ടുമുറിയിൽ അടച്ചിട്ടിട്ട് അപ്പൻ്റെ നവതി ആഘോഷിച്ച മക്കളെപ്പോലെ തമ്പുരാനെ തമസ്കരിച്ച് വീണ്ടും കുരിശേറ്റിയിട്ട് ഒരു ക്രിസ്മസ് കൂടി ആഘോഷിക്കേണ്ട നമുക്ക് നീതിബോധമുള്ളവരാകാം. നമുക്ക് നമ്മുടെ കർത്താവിന് വേണ്ടി സമർപ്പണം ചെയ്യാം. നമുക്ക് പാവങ്ങളിലേക്ക് നമ്മുടെ മനസ്സിനെ തിരിക്കാം, നമ്മുടെ കൈകളെയും തിരിക്കാം. ക്രിസ്തു എന്തായിരുന്നു അതുപോലെ നമുക്കായിത്തീരാം. അങ്ങനെ ഒരു സമർപ്പണത്തിൻ്റെ ജീവിതം നമ്മിലുണ്ടാകുമ്പോഴാണ് ക്രിസ്മസ് ആകുന്നത്. അതുകൊണ്ട് ഈ ആണ്ടിലെ ക്രിസ്മസ് അഗതികൾക്ക് വേണ്ടി, വെറുക്കപ്പെട്ടവർക്ക് വേണ്ടി, ഒറ്റപ്പെട്ടവർക്ക് വേണ്ടി, അനാഥരാക്കപ്പെട്ടവർക്ക് വേണ്ടി, നൊമ്പരപ്പെടുന്നവർക്ക് വേണ്ടി സമർപ്പിക്കുവാൻ നമുക്ക് ഭാഗ്യമുണ്ടാകട്ടെ. അവർക്ക് വേണ്ടി നമുക്ക് ഈ ക്രിസ്മസ് സമർപ്പണം ചെയ്യാം. അവർക്കും ഭാഗ്യമുണ്ടാകട്ടെ, അതിനാൽ നമുക്കും ഭാഗ്യമുണ്ടാകട്ടെ. ഈ ക്രിസ്മസ് അപ്രകാരം യാഥാർത്ഥ്യബോധത്തോടെ ആചരിച്ച് കർത്താവിന് മഹത്വം കരയറ്റുന്ന മക്കളായി നാം മാറുവാൻ നമുക്ക് ഏവർക്കും ഭാഗ്യമുണ്ടാകട്ടെ എന്ന് ദൈവനാമത്തിൽ ആശംസിച്ച് ഒരിക്കൽ കൂടെ എല്ലാവർക്കും ക്രിസ്മസിൻ്റെ മംഗളങ്ങൾ ദൈവനാമത്തിൽ നേർന്നുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ കർത്താവേ, അവിടുന്ന് ഞങ്ങളുടെ ഹൃദയങ്ങളോട് വാദിച്ചുകൊണ്ടിരുന്ന നിമിഷങ്ങളാണ്. ദൈവമേ, ഞങ്ങൾക്ക് പുതിയ കാഴ്ച, പുതിയ ദർശനം നീ ഞങ്ങളുടെ ഉള്ളത്തിൽ ഇട്ട് തന്നിരിക്കുകയാണ്. ദൈവമേ, ഞങ്ങൾ ആർഭാടത്തിലല്ല ക്രിസ്മസ് ആചരിക്കേണ്ടതെന്ന്, ഞങ്ങൾ സമർപ്പണ ജീവിതം നയിക്കണമെന്ന്. കർത്താവേ, ഞങ്ങൾ ക്രിസ്തുവായി മാറണമെന്ന്. കൊട്ടാരത്തിൽ പിറക്കുവാൻ മാത്രം പ്രതാപമുണ്ടായിരുന്നിട്ടും പെരുവഴിയോരത്ത് അനാഥനായി പിറന്നു വീണ അങ്ങ് യാഥാർത്ഥ്യബോധത്തോടെ ലോകത്തോട് വിളിച്ചു പറഞ്ഞു, ഇങ്ങനെയുള്ളവരുടെ പക്ഷത്ത് നിങ്ങളും നിൽക്കണമെന്ന്. അങ്ങനെ ആയി തീരുവാൻ ഞങ്ങൾക്ക് വലിയ പ്രചോദനവും അങ്ങനെ ഒരു വലിയ ആഹ്വാനവും ഞങ്ങൾക്ക് തന്നതിനാൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഈ ക്രിസ്മസ് അങ്ങനെ ആചരിപ്പാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണം. ഞങ്ങളെ ഒരുക്കണം, ശക്തീകരിക്കണം, അവിടുന്ന് മഹത്വം എടുക്കണം. കർത്താവെ, പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. ഞങ്ങൾ അങ്ങേക്ക് ഞങ്ങളുടെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. ആമേൻ. സുവിശേഷ ഗ്രഹണത്താൽ അജപാലന്മാർ തനയൻ തൻ ജനനത്തിൽ സ്തോത്രം പാടി. വിണ്ണവരും മൺമയരും ഘോഷിച്ചോതി തനയ